നമസ്കാരം. ഓം നമ ശിവായ. ഇപ്പോൾ പല വീടുകളിലും ദൃഷ്ടി ഗണപതി നമ്മൾ വെക്കാറുണ്ട്. ഈ ദൃഷ്ടി ഗണപതി വീടുകളിൽ വെക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം? അങ്ങനെ ദൃഷ്ടി ഗണപതിയെ വീട്ടിൽ വെക്കുന്നത് കൊണ്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും അകാരണമായ സംഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുമോ? ചിലപ്പോൾ ചിലർ ബിസിനസ് സംരംഭങ്ങളുള്ള ഓഫീസുകളിൽ വെക്കുന്നത് കാണാം, മറ്റ് പലയിടങ്ങളിൽ വെക്കുന്നത് കാണാം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ദൃഷ്ടി ഗണപതിയെ എന്തിനാണ് വീട്ടിൽ വെക്കുന്നത് എന്നും അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുമെന്നും അതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് അറിയാൻ പോകുന്നത്. വീടുകളിലെ ഇൻറ്റീരിയൽ ഡെക്കറേഷനിൽ ആത്മീയതയും പോസിറ്റീവ് എനർജിയും ഒക്കെ ചേർക്കാനായിട്ട് പലരും തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് ഈ ദൃഷ്ടി ഗണപതി പ്രതിമകൾ എന്ന് പറയുന്നത്. നമ്മുടെ വീടിന്റെ പ്രവേശന കവാടത്തിനരികിലായിട്ടോ അല്ലെങ്കിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ ലിവിംഗ് ഏരിയയിലോ ഈ ദൃഷ്ടി ഗണപതിയെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. വിശ്വാസപരമായിട്ടും വാസ്തു ആശയങ്ങളോടനുബന്ധിച്ചും ഈ ദൃഷ്ടി ഗണപതിക്ക് പ്രത്യേക സ്ഥാനം തന്നെയാണുള്ളത്. അതായത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പുറത്തു കളഞ്ഞ് പോസിറ്റീവ് എനർജി വീട്ടിനകത്ത് നിറയ്ക്കാനും, പിന്നെ ചില ആളുകളുടെ ദൃഷ്ടിദോഷങ്ങൾ, നമ്മുടെ വീട്ടിനെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള എല്ലാ ദോഷങ്ങളും മാറ്റി വീടിനൊരു പോസിറ്റിവിറ്റി കൊടുക്കാനും, മറ്റാളുകളുടെ അസൂയാലുക്കളായ ആളുകളുടെ കണ്ണ് ഏൽക്കാതിരിക്കാനും ദൃഷ്ടിദോഷം ഏൽക്കാതിരിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ ദൃഷ്ടി ഗണപതിയെ വാങ്ങി വെക്കാവുന്നതാണ്. സാധാരണ ഗണേശ വിഗ്രഹങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപഭാവത്തിലാണ് ഈ ദൃഷ്ടി ഗണപതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കറുപ്പ് അല്ലെങ്കിൽ ഇരുണ്ട നിറങ്ങൾ, പ്രത്യേക നേത്ര രൂപങ്ങൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം പ്രതിമകൾ ദൃഷ്ടിദോഷം അപ്പാടെ അകറ്റും എന്നതാണ് പലരും അനുഭവസ്ഥരൊക്കെ പറയുന്നത്. ഇത് വീടുകളിൽ വെക്കുന്നത്, പ്രത്യേകിച്ച് പുതിയ വീട് പണിത് അവിടെ നിങ്ങൾ വെക്കുന്നത് വളരെ ആ വീടിനേൽക്കുന്ന ദൃഷ്ടിദോഷം ഇല്ലാതാക്കാൻ സഹായിക്കും. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെയും അസൂയാഭാവങ്ങളെയും തടഞ്ഞ് വീട്ടിലൊരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇത് സഹായിക്കും. വീട്ടിൽ ദൃഷ്ടി ഗണപതി വെക്കുന്നതിലൂടെ മാനസികമായിട്ടുള്ള സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളാണ്, മക്കളുമായി പ്രശ്നങ്ങളാണ്, യാതൊരു സമാധാനവുമില്ല, എന്ത് ചെയ്താലും കുറ്റമാണ്, മനസമാധാനമില്ല. പുറത്തു നിന്ന് ആളുകൾ നോക്കുന്ന സമയത്ത് വലിയ വീട്, വലിയ സമാധാനമുള്ള വീട്, കുടുംബാംഗങ്ങൾ തമ്മിൽ ഭയങ്കര ഐക്യം. പക്ഷെ വീട്ടിനകത്ത് ഐക്യമില്ലായ്മ വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. എന്തിനും അകാരണമായിട്ടുള്ള വഴക്കുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളൊരു ദൃഷ്ടി ഗണപതിയെ വാങ്ങി വീട്ടിൽ വെച്ചു നോക്കുക. പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലിവിങ് ഏരിയയിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിനോട് ചേർന്നോ ഒക്കെ നിങ്ങൾക്ക് ഈ ദൃഷ്ടി ഗണപതിയെ വാങ്ങാം. പല വലിപ്പത്തിനുള്ള ദൃഷ്ടി ഗണപതി ലഭിക്കും. അത് വാങ്ങി നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അനുഭവസ്ഥർ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. വിഘ്നഹർത്താവ് എന്ന നിലയിൽ ഗണപതിയെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് തടസ്സങ്ങൾ മാറാനും എല്ലാ കാര്യങ്ങളും സുഗമമാക്കാനും സഹായിക്കും ഈ വിഘ്നേശ്വരൻ എന്നാണ് നമ്മൾ പറയുക. വിഘ്നേശ്വരന്റെ ഈ ദൃഷ്ടി ഗണപതി രൂപം ദൃഷ്ടിദോഷം മാറ്റി നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുതരുന്നു, പോസിറ്റീവ് എനർജി കൊണ്ടുതരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. വാസ്തുപ്രകാരം വീട്ടിലെ പ്രവേശന ഭാഗത്ത് ദൃഷ്ടി ഗണപതി സ്ഥാപിക്കുന്നത് വീട്ടിലേക്കുള്ള നെഗറ്റീവ് വൈബുകളൊക്കെ കുറയ്ക്കും. അതായത് നമ്മുടെ വീടിന്റെ മെയിൻ ഡോറിന് അടുത്തായിട്ട് നമുക്ക് ഈ ദൃഷ്ടി ഗണപതിയെ വെക്കാം. ചിലർ രണ്ട് വശത്തുമായിട്ട് ഗണപതി ചിത്രങ്ങളോ പ്രതിമകളോ ഒക്കെ സ്ഥാപിക്കാറുണ്ട്. പൂജാമുറിയിൽ വെക്കുമ്പോൾ അത് ശുചിത്വത്തോടെയും ഭക്തിയോടെയും സൂക്ഷിക്കണം എന്നതാ ഒരു കാര്യം. ഇന്നത്തെ കാലത്ത് ദൃഷ്ടി ഗണപതി പ്രതിമകൾ ഒരു ആത്മീയ വിശ്വാസത്തിന്റെ ഭാഗം മാത്രമല്ല, മനോഹരമായിട്ടുള്ള ഡെക്കറേഷനുകളായിട്ടും ഐറ്റമായിട്ടും ഒക്കെ മാറിയിരിക്കുകയാണ്. പല പല ഡിസൈനുകളിലും പല പല ഫിനിഷിങ്ങിലും ഒക്കെ നമുക്കിത് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നത് ഏതാണോ അത് നിങ്ങൾക്ക് ദൃഷ്ടി ഗണപതിയെ വാങ്ങി നിങ്ങളുടെ
വീട്ടിൽ വെക്കാം. അപ്പോൾ നമ്മളുടെ വീടിനെ ചുറ്റിപ്പറ്റി നെഗറ്റീവ് എനർജികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ചില ശത്രുക്കളുടെ അല്ലെങ്കിൽ അസൂയാലുക്കളായിട്ടുള്ള ആളുകളുടെ കണ്ണുകൾ ഉണ്ടാകും, ദൃഷ്ടി ദോഷം ഉണ്ടാകും. ഇങ്ങനെയുള്ള ചില ദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വീടിനകത്ത് എപ്പോഴും ചില പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാം. വീട്ടിൽ സമാധാനമില്ലായ്മയായിരിക്കാം ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ പുതിയൊരു വീടൊക്കെ വെക്കുകയാണ്. തീർച്ചയായിട്ടും വീട് കാണാൻ വരുന്ന എല്ലാ ആളുകളും ഒരുപോലെ ആ വീടിനെ സമീപിക്കണമെന്നില്ല. അതിൽ നെഗറ്റീവ് എനർജി പരത്തുന്ന ആളുകൾ ഉണ്ടാകാം, അസൂയാലുക്കളായ ആളുകൾ ഉണ്ടാകാം, നിങ്ങളുടെ ശത്രുക്കൾ ഉണ്ടാകാം. അപ്പോൾ ഇത്തരം ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും നെഗറ്റീവ് എനർജികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ഈ ദൃഷ്ടി ഗണപതിക്ക് കഴിയും. അതുകൊണ്ട് അത്തരം ദോഷങ്ങളാൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഈ ദൃഷ്ടി ഗണപതിയുടെ രൂപം വാങ്ങി വീടിൻ്റെ മുൻവാതിലിനോട് ചേർന്ന് വെക്കാം, അല്ലെങ്കിൽ പൂജാമുറിയിൽ വെക്കാം, ലിവിങ് ഏരിയയിൽ വെക്കാം. ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വീടിൻ്റെ പ്രവേശന കവാടം, അതായത് മുൻവാതിൽ, പ്രധാന വാതിലിനോട് ചേർന്ന് ദൃഷ്ടി ഗണപതിയെ വെക്കുന്നതാണ്.